ശ്രദ്ധിക്കുക. വീണ്ടും അടയാളുണ്ട്. വീണ്ടും എല്ലാ ഗോത്രങ്ങളും ഹജ്ജിന് വേണ്ടി വരും. അന്ന് മക്കയിൽ മിനയിൽ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവർച്ചയുണ്ടാകും. കവർച്ചക്കൊരു സാധ്യത ഉണ്ടാവും. അന്ന് ഹജ്ജിന്റെ മണ്ണിൽ ഭരണം ഉണ്ടാവൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെ എത്ര വലിയവനായി വന്നാലും കണ്ടല്ലോ 20-ാം നൂറ്റാണ്ടിൽ, കണ്ടിട്ടുണ്ടല്ലോ 20-ാം നൂറ്റാണ്ടിൽ ഗ്യാസ് ചേംബറിലിട്ട് ബുഹൻവാൾഡിലെയും ഫ്രാങ്ക്ഫർട്ടിലെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ നിമിഷാർത്ഥം കൊണ്ട് കൊലപ്പെടുത്തിയവനുണ്ടായിരുന്നല്ലോ അഡോൾഫ് ഹിറ്റ്ലർ. ചത്തുപോയില്ലേ? നിമിഷങ്ങൾ കൊണ്ട് നിന്യനായി ചത്തുപോയി. എന്തുകൊണ്ട്? ഇവന്റെ അവസാനത്തെ നേരത്തെ കത്തൽ മാത്രമാണ്. ഇവന്റെ ദൗലത്ത് ഒരിക്കലും ഇനി ഇവിടെ നിലനിൽക്കുകയില്ല. അമേരിക്കക്കാരന്റെ ദൗലത്ത് നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കില്ല. എന്തുകൊണ്ട്? ഭൂമി സ്വയം തന്നെ അതിനെ റിജക്ട് ചെയ്യും. ഭൂമിക്കൊരിക്കലും ഇത്തരം അധികാരികളെ കൂടുതൽ കാലം പൊറുപ്പിച്ചു നിൽക്കാൻ കഴിയില്ല. ഭൂമി അല്ലാഹു തആല വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബിൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. സത്യത്തോടും ധർമ്മത്തോടും ബന്ധപ്പെടുത്തിയാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അധർമ്മം വല്ലാതെയൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി പറയുന്നത്. എന്നിട്ടാണ് ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? ഇതൊക്കെ മിഥ്യാധാരണയാണ് എന്ന് തീരെ ബോധമില്ലാത്ത ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട് ചില ആളുകൾക്കൊക്കെ. അവർക്ക് അള്ളാഹു ഇല്ല, ഖുർആനും ഇല്ല, അവർക്ക് തോന്നിയ ഖുർആൻ ഹദീസിനെ സ്വീകരിക്കൂല. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. അവർ ചിന്തിക്കണം, നന്മയിലേക്ക് മടങ്ങണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസ് അംഗീകരിക്കുന്നവരെ ഈ പറയുന്നത് അംഗീകരിക്കണം. ഹദീസ് അംഗീകരിക്കാത്തവരെ ഖുർആൻ അംഗീകരിച്ചാൽ സ്വീകരിക്കുകയില്ല. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. തുർമദി അനിബിന് അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? അൻഹുമ മനസ്സിലായില്ലേ? മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. എങ്ങനെ? ഏതൊക്കെ? ഒന്ന്, ഇതാഅത്തുല്ലാഹി ലാ തുഖ്ബലു ഇല്ലാ മാ ഇതാഅത്തിർ റസൂൽ. റസൂലിനെ വഴിപ്പെടാത്ത ഒരാൾ അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ സ്വീകരിക്കില്ല. ഒന്ന്. രണ്ട്, ലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്രി വാലിദൈഹി. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവർ അല്ലാഹുവിന് നന്ദി ചെയ്താൽ സ്വീകരിക്കുകയില്ല. മൂന്ന്, ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്തി. സകാത്ത് കൊടുക്കേണ്ട ആളുകൾ സകാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. നല്ലത്. പക്ഷേ ഇത് പറഞ്ഞത് അള്ളാന്റെ റസൂലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തൊട്ട് റിപ്പോർട്ട്. ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്തി. സകാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. ഹബീബ് നീ സക്കാത്ത് കൊടുക്കാൻ ഇല്ലാത്തവര് സദക്ക കൊടുക്കണം. റമദാനാണ്. ഹബീബായ റസൂലുള്ളാഹിക്ക് സക്കാത്ത് ഇല്ലായിരുന്നു. എന്നിട്ടും കാന അജ്വദന്നാസി ബിൽ ഖൈരി ഫീ റമളാന മിനർ റീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു മുഹമ്മദ് നബി. റമളാനിലെ മുഹമ്മദ് നബി എന്ന് സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? കാന അജ്വദന്നാസി ബിൽ ഖൈരി. റസൂലുള്ളാഹിന്റെ വീട്ടില് എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കാരക്കയും വെള്ളവും കുടിച്ചവരായിരുന്നു അവർ. എന്നാൽ പോലും റമളാനിൽ അജ്വദന്നാസി ഫീ റമളാന, റമളാനിൽ ഏറ്റവും ധർമ്മം കൊടുത്തിരുന്ന റസൂലുള്ളാഹിയായിരുന്നു. മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ. അടിച്ചു വീശുന്ന കാറ്റിനെ ഉപമിക്കാൻ കാരണം എന്താ? കാറ്റ്, ഒരു കാറ്റടിച്ചാൽ അത് തട്ടാത്ത ഒരാളും ഉണ്ടാവില്ല എന്നതുപോലെ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റമളാനിൽ ധർമ്മം കൊടുത്തവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞു. ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ ലൈല ലമലക ഫീഹാ റജുലുൻ മിൻ അഹ്ലി ബൈതി. തുബ്രാനി. ഞാൻ വിശദീകരിക്കും. ഒരു ഹദീസ് കൂടി പറയാ. അത് അബൂദാവൂദ്, തുർമുദി, തുബ്രാനി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹിഹാണ്, അൽബാനിയും പറയുന്നുണ്ട്. അൻ ഇബ്നു മസ്ഊദ് ഖാല ഖാല റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ ലം യബ്ഖ മിനദ് ദുനിയാ ഇല്ലാ യൗമുൻ, ഒരു ദിവസമല്ലാതെ ലോകത്ത് ദുനിയാവിൽ ബാക്കിയില്ലെങ്കിലും തവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു നീട്ടുന്നതാണ്. ഹത്താ യബ്അസ ഫീഹി റജുലൻ മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, എന്നിട്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട മഹ്ദിയെ പറഞ്ഞേക്കുന്നതാണ്. യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ, അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരിനോടും യോജിക്കുമെന്ന് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അബൂദാവൂദ് തിർമിദി ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവണില്ല നിങ്ങൾക്ക് പറഞ്ഞത്? വരും, ഉറപ്പാണ്. എല്ലാം പറഞ്ഞു. അതിനിടയ്ക്ക് ചില ആളുകളൊന്നും മെനക്കെട്ടിട്ടുണ്ട് മഹദി ആവാൻ. അയാൾക്ക് അതിന് നടക്കാന്നും എന്ന് മനസ്സിലാവുന്നുണ്ട്. മെനക്കെട്ട ഒരാളുണ്ടല്ലോ, അറിയില്ലേ? ഹറം ആക്രമിക്കാൻ ജുഹൈമാൻ എന്നൊരാൾ വന്നു. അയാൾ മഹദിയാന്ന് വായിച്ചു, അയാൾ മഹദി ആവൂല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരിനോട് യോജിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. യഖന്ന ഖുറൂജൽ മഹ്ദി ഇന്നമാ സയകൂനു ബഅദ ളുഹൂരിൽ ളുൽമി വൽ ജൂരി ഫിദ് ദുനിയാ വഗലബിഹാ അലൽ ഹഖ്. ഇബ്നു ഹിബ്ബാൻ അൻ ജാബിർ അൻ മുഹമ്മദ് ഇബ്നു അലി ഖാല ഇന്ന ലിൽ മഹ്ദി ആയതൈൻ. ശ്രദ്ധിക്കേണ്ട കാര്യം, മഹ്ദി വരുന്ന കൊല്ലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്താ പ്രത്യേകത? ലം തകൂനാ മുൻദു ഖലഖസ് സമാവാതി വൽ അർളി, ആകാശഭൂമി പടച്ചതിന് ശേഷം ഉണ്ടാകാത്ത ഒരു അത്ഭുതം ആ കൊല്ലം ഉണ്ടാകും. എന്താണ്? തൻകസിഫുൽ ഖമറു ലിഅവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ലക്ഷണം നമ്പർ 1 അങ്ങനെയാണ്. കൊല്ലം വരൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? കൊല്ലം വരില്ല. എന്തുകൊണ്ട്? കൊല്ലം 1-ാം തീയതി ഉണ്ടായിട്ടില്ല. തങ്കസിബ് നോക്കൂ, ഇമാം ദാറഖുത്നി ഹദീസ് ബി ഇസ്നാദിൻ ജയ്യിദിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്കസിബുൽ ഖമറു ലിഅവ്വലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും. തീർന്നില്ല. വതങ്കസിഫു ശംസു ഫിൻ നിസ്ഫി മിൻ റമളാൻ, റമളാന്റെ പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും. സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം തുടക്കത്തിന്റെ ദിവസത്തിൽ ചന്ദ്രഗ്രഹണം, പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും. ഇതാണ് 2 ലക്ഷണങ്ങൾ. ലം തകൂന, ഈ 2 കൂടെ ഒന്ന് ഒത്തു വന്നിട്ടില്ല. മുൻദു ഖലഖസ് സമാവാതി വൽ അർള, ആകാശഭൂമിയെ അല്ലാഹു പടച്ചത് മുതൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒത്തു വന്നിട്ടില്ല. അത് ആയതാനി ലിളുഹൂരിൽ മഹ്ദി, മഹ്ദി പ്രത്യക്ഷമാകുന്നതിനുള്ള ഭൗതികമായ തെളിവാകുന്നു, അടയാളമാണ് എന്ന് ഹബീബായ നബി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെയും ശ്രദ്ധിക്കുക. വീണ്ടും അടയാളുണ്ട്. വീണ്ടും നിങ്ങളുടെ പണ്ടല്ലോ അല്ലേ? വീണ്ടും അടയാളുണ്ട്. ശരി, വേറെ വീണ്ടും അടയാളം എന്താ? അൻ അംർ ബിൻ ശുഐബ് ഖാല ഖാല റസൂലുള്ളാഹി ഫീ ദിൽ ഖഅദാതഹാ റബൽ ഖബായിലു, എല്ലാ ഗോത്രങ്ങളും ഹജ്ജിന് വേണ്ടി വരും. വആമൈദൻ യുൻതഹബുൽ ഹജ്ജു, അന്ന് മക്കയിൽ മിനയിൽ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവർച്ചയുണ്ടാവും. കവർച്ചയ്ക്ക് ഒരു സാധ്യത ഉണ്ടാവും. അന്ന് ഹജ്ജിന്റെ മണ്ണിൽ ഭരണം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അഥവാ സൗദിയിൽ ഭരണം എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. സൗദിയിലെ രാജാവ് മരണപ്പെട്ടിരിക്കും എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത്? പിന്നെ വരുന്നുണ്ട് നിങ്ങൾക്ക് ആ കൊല്ലം രാജാവ് മരണപ്പെടുകയും ഒരു അവരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹാജിമാർ ആ കൊല്ലം കവർച്ച ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ മിനയിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവും. ഒരുപാട് ആളുകൾ ഹജ്ജിനിടയിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടും. ഒരുപാട് ആളുകൾ മരിച്ചു പോകും. മിനയുടെ താഴ്വര മുഴുവനും രക്തപങ്കിലമാകും. ജംറത്തുൽ അഖബയിൽ പോലും രക്തം തളം കെട്ടി നിൽക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി പ്രത്യക്ഷമാവുന്ന കൊല്ലം, അതായത് പൂർണ്ണമായ ഒരു അരക്ഷിതാവസ്ഥ ഭൂമിയിൽ അങ്ങോട്ട് സ്ഥാപിതമാകും. അതിന് ഉദാഹരണം പറയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം. ഹമ്മാദ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിതനിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ആ കൊല്ലമാണ് ഇമാം മഹദി റളിയല്ലാഹു. എല്ലാം പറഞ്ഞു, എല്ലാം. അതുകൊണ്ട് ഇനി വേറൊരു കള്ളന് വന്നിട്ട് ഞാനാണ് മഹദി എന്ന് പറയാനുള്ള ചാൻസ്
ഇതൊക്കെ അടച്ചിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക, നേരം വൈകിയോ? നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? ഒറ്റ ദിക്ർ വേഗം, ഇത് 2 മണിക്കൂർ തീരാത്ത വിഷയമുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രദ്ധിക്കണം. യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ. ഒരു രാജാവ് മരിക്കുന്ന സമയത്തൊരു വലിയ അഭിപ്രായ വ്യത്യാസം ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഒരു രാജ്യം അതിന് മനസ്സിലാവുന്നത് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന. ഇതിന് മനസ്സിലാവുന്നത് ഈ നാട് മിക്കവാറും സൗദി എന്ന് റസൂലുള്ള പറയണില്ല. ഒരു രാജാവ് മരിക്കുമ്പോൾ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അത് കാരണം ഇമാം ഉണ്ടാവില്ല എന്ന് വേറെ ഹദീസിലുണ്ട്. അത് കാരണമാണ് ഹജ്ജിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? പോലീസും പട്ടാളൊന്നും ഉണ്ടാവില്ല, കവർച്ചയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് സൗദി ആകാം എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി സൗദിയെ വേറെ വെട്ടിപ്പൊളിച്ചിട്ട് വേറൊരു ഭരണകൂടം ആകാം, അല്ലാഹു അഅലം. ഏതായാലും മിന ഉൾക്കൊള്ളുന്ന രാജ്യമാവാനാണ്, മക്ക ഉൾക്കൊള്ളുന്ന രാജ്യമാവാനാണ് സാധ്യത. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഇത്തരം നാശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ ഈമാനോടുകൂടി അല്ലാഹു മരിപ്പിക്കുമാറാകട്ടെ. ഫയഖ്റുജു റജുലുൻ മിൻ ഖുറൈശ് മിൻ അഹ്ലിൽ മദീന. അങ്ങനെ ഫയഖ്റുജു റജുലുൻ മിൻ ഖുറൈശിൻ, എൻ്റെ കുടുംബക്കാരനായ ഒരാൾ രംഗത്ത് വരും. മിൻ അഹ്ലിൽ മദീന, മദീനക്കാരനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. തൻ്റെ കുടുംബാണ്, മദീനക്കാരനാണ്. അദ്ദേഹം മക്കയിൽ വന്ന് കൂടുമ്പോൾ ഈ കാര്യം അറിഞ്ഞ മക്കക്കാർ അദ്ദേഹത്തിന്റെ അരികിൽ വരും. എന്നിട്ടോ ഫയുഖ്രിജൂനഹും, അവർ അദ്ദേഹത്തെ വെളിക്ക് കൊണ്ടുവരുകയും നിർബന്ധാവസ്ഥയിൽ ഫയുബായിഊനഹു, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ല? ഞാൻ നേതാവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരികയല്ല. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ധാരണ അന്ന് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആലിം മറ്റൊക്കെ ആയിരിക്കാം. ഇത് ഒരാളെ പറ്റി ഒരു ഖ്യാതി ഉണ്ടാവുമ്പോഴല്ലേ അയാളെ കുറിച്ച് അതിനൊക്കെ ചാൻസ് ഉള്ളൂ. അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ മനാമ ബിശാറത്തുകളാകാം, അങ്ങനെയൊക്കെ ആവാം. അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും. ഇമാം മഹ്ദിയെ കൊണ്ട് ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് അബ്ദാലുശ്ശാമി വ അഹ്ലു മക്ക. ഫലസ്തീനിലെയും ഇറാഖിലെയും ഫലസ്തീനിലെയും ലബനാനിലെയും സിറിയയിലെയുമുള്ള അള്ളാന്റെ ഔലിയാക്കന്മാര് അക്കാലത്ത് ജീവിക്കുന്ന ചുരുക്കം ചില അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും ആദ്യമായി അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യലെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൊബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എൻ്റെ വകയല്ല കേട്ടോ, എൻ്റെ വകയല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. നിർബന്ധാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ? നിർബന്ധാവസ്ഥയിൽ അദ്ദേഹത്തെ രംഗത്ത് കൊണ്ടുവരും, അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യും. ബൈനർ റുക്നി വൽ മഖാമി, ഹജറുൽ അസ്വദ് വെച്ച മൂലയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലായിരിക്കും ബൈഅത്ത് നടക്കുക എന്ന്. അവിടെ വെച്ച ബൈഅത്ത് നടക്കുക എന്ന് ഫയബ്അസൂന ഇലൈഹി ജൈശൻ മിൻ അഹ്ലി ശാമി, ഒരു വിഭാഗം ഷാമിലെ ഒരു വിഭാഗം ആക്രമികളായ ആളുകൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരും. എന്നാൽ ഫയുഖ്സഫു ബിൽ ബൈദാ എന്ന പ്രദേശത്ത് വെച്ച് അവരെ ഭൂമിയിലാഴ്ത്തപ്പെടും. അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം അത്രയും വലിയ സമുന്നതനായ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനാവുന്നു. അദ്ദേഹത്തിന് എതിരെ പുറപ്പെട്ടവരൊക്കെ ഭൂമിയിൽ ആഴ്ത്തപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഷാമിലെ അള്ളാന്റെ ഔലിയാക്കന്മാർ വരികയും ഇറാഖിലെ അക്കാലത്തെ ദീനിയായ നേതാക്കൾ വരികയും എന്നിട്ട് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും എന്ന് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചൊല്ലിക്കോളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത് നാമ റസൂലുള്ളാഹി അബസ റസൂലുള്ളാഹി ഫീ മനാമിഹി, ഒരിക്കൽ റസൂലുള്ളാഹ് ഉറങ്ങിക്കിടക്കവേ ഒന്ന് പേടിച്ച് വിറച്ചതുപോലെയായി, ഒന്ന് പേടിച്ചു. ഫഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സനഅത ശൈഅൻ ഫീ മനാമിക, എൻ്റെ ഉറക്കിനിടയിൽ അങ്ങേക്ക് ഒരു പേടിയോ എന്തോ ഉള്ളതുപോലെ തോന്നിയല്ലോ കണ്ടത്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, അൽ അജബു, അത്ഭുതം കേൾക്കണോ. സ്വഹീഹ് മുസ്ലിം. മനസ്സിലാക്കണില്ലേ പറഞ്ഞത്? എന്താ അത്ഭുതം?
മക്കയിലേക്ക് വന്ന മിൻ ഖുറൈശിൻ ലജഅ ബിൽ ബൈതി, കഅബാലയത്തിൽ വന്ന് അഭയം തേടുകയും അവിടെ വെച്ച് ആളുകളെ ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്ത ഒരാൾക്കെതിരെ ഒരിക്കൽ ഷാമികളായ ഫലസ്തീനികളും ഇറാഖികളുമായ ചില ഭൗതിക നേതാക്കന്മാർ സംഘം കെട്ടി രംഗത്ത് വരും. എന്നിട്ട് ഫഖുൽനാ യാ റസൂലല്ലാഹ് ഹത്താ ഇദാ കാനൂ ബിൽ ബൈദാഇ ഖുസിഫ ബിഹിം. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും. രണ്ട്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യാതെ എതിർക്കുന്ന ജനതകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും, പടകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. അപ്പോൾ ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. എവിടുന്ന് ഒരാക്കട പറയല്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഫഖുൽന, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ത്വരീഖ ഖദ് യജ്മഉൻ നാസു ഫീഹി, വഴിയിൽ പല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പലരുണ്ടാവുമല്ലോ നബിയേ, വൽ ഫീഹിൽ മുസ്തബ്സിറു വൽ മജ്ബൂറു വബ്നു സബീലി, പലരുണ്ടാവുമല്ലോ. ഒരു വഴിയിലുള്ളവരെ മുഴുവനും ഭൂമിയിൽ ആഴ്ത്തപ്പെടുകയാണെങ്കിലോ? ഖാല റസൂലുള്ളാഹ്, റസൂൽ പറഞ്ഞു, ആ പട വരുന്ന വഴിയിലുള്ളവരെ ആഴ്ത്തപ്പെടും. ആ കൂട്ടത്തിൽ പലരുണ്ടാവാം, പടയിലുള്ളവരുണ്ടാവാം, പടയില്ലാത്തവരുണ്ടാവാം, എല്ലാവരും ഭൂമിയിൽ ആഴ്ത്തപ്പെടും എന്ന്. പിന്നെ അവരെ നീയത്തനുസരിച്ച് അള്ളാഹു പുനരുദ്ധാന നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാവർക്കും ഒരു പാഠമാക്കും. അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാൻ ആർക്കും സാധ്യമല്ല. അതായിരിക്കും ബൈഅത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം. സ്വഹീഹ് മുസ്ലിമിൽ ഇനി വേറൊരു ഹദീസ് കൂടിയാണ് പറയാ. അൻ ആയിഷ റളിയല്ലാഹു